ഹണി, നിനക്ക് കളിക്കാൻ അറിയാലോ അല്ലേ? അതായത് യെസ്. അല്ലെങ്കിലും തോൽക്കുന്നതിന് കളി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. കളിക്കളത്തിലേക്ക് വാടാ. എന്നാ പിന്നെ വേഗം വാ. എങ്ങോട്ട്? കളിക്കളത്തിലേക്ക്. അല്ല, നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് കളിക്കളത്തിലേക്ക് വരാൻ. കുട്ടികളുടെ കളിക്കളം പുറത്തോട്ട്, അങ്ങോട്ട് പോവാം. എന്റെ ഹണി, പോപ്പട്ട് പറഞ്ഞതിന്റെ അർത്ഥം ചെസ് കളി തുടങ്ങാമെന്നാണ്. പറയേ, നിനക്ക് വെള്ള വേണോ കറുപ്പ് വേണോ? വേറെ കളർ ഉണ്ടെങ്കിൽ കാണിക്കേ. എടാ 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 മഞ്ഞപ്പിച്ചാതെ, ഞാൻ നിന്റെ സാരിയല്ല കാണിക്കുന്നത്. സംശയമുണ്ടോ? ഹണി, നിന്റെ തലക്കകത്ത് മൊത്തം ക്ലീൻ അല്ലേ? അതുകൊണ്ട് വെള്ള എടുത്തോ. വാടാ, വന്ന് കളിക്കേ. എന്റെ ഹണി, കുതിരയാകെ 4 ചൂടേ പോകത്തുള്ളൂ. അതിന്റെ ചുവട് 4ആണ്, പക്ഷെ കുതിച്ച് ചാടിയല്ലേ പോയത്. അതുകൊണ്ട് കുറച്ച് ദൂരം കൂടി പോയത്. ആദ്യം രാജാവിനെ രക്ഷിക്കാൻ നോക്കടാ കഴുതേ. എടാ, തന്ത്രം ഉപയോഗിച്ച് നീക്കാൻ നോക്ക. ഇവരെന്തുവാടാ ഈ കാണിക്കുന്നേ? കുതിര പുറത്തേക്ക് പോയി, എന്നിട്ട് പടയാളിയും കൂട്ടി തിരിച്ചു വന്നു. അല്ല, നിങ്ങളിത് എങ്ങോട്ടായി പോകുന്നേ? ഈ കളിക്കുന്ന കണ്ടിട്ടേ ഞങ്ങക്ക് തലവേദന എടുക്കുക. സംശയമുണ്ടോ? പുറത്തു പോയി കുറച്ച് കാറ്റ് കൊള്ളാൻ പോവാ. ബാക്കി പടയാളികൾ വരുമ്പോ ഞങ്ങളെ വിളിച്ചാൽ മതി. സോറി അങ്കിൾ, മൈസെൽഫ് ലിറ്റിൽ ഡ്രാക്കുള. നിങ്ങൾ എന്നെ കണ്ട് പേടിക്കണ്ട, ഞാൻ വളരെ ക്യൂട്ടായ ഡ്രാക്കുളയാണ്. ഇങ്ങനെ ആരാണ് ക്യൂട്ടാകുന്നത്? ഇങ്ങനെയും ക്യൂട്ട് ആവാലോ, പക്ഷെ കുറച്ച് വികൃതിയും കയ്യിലുണ്ട്. അതവിടെ നിക്കട്ടെ, നീ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നേ? സത്യത്തിൽ ആ കൊടുങ്കാറ്റ് കാരണം പറന്നും വീണും ആടിയും ഒലഞ്ഞും എങ്ങനെയാ ഞാൻ ഇവിടെ എത്തിയെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നോട്ടെ, രാത്രി കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. അതെന്താ ഇന്നത്തെ രാത്രി കഴിഞ്ഞിട്ട്? കാരണം ഞാൻ ലിറ്റിൽ ഡ്രാക്കുളയാ. ഞങ്ങൾ അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, കുഴപ്പമില്ല. ഇന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്നോ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തേലും കഴിക്കാൻ കൊണ്ടുപോകാങ്കിലേ? എന്റെ അമ്മോ, ഇതിപ്പോ ഭക്ഷണം കൊടുത്ത് ഉള്ള പ്ലേറ്റ് മുഴുവനും തീർന്നുപോയി. ഒരു പാവം കൊച്ചുകുഞ്ഞിന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്നിട്ട് ഇവിടെ കഴിക്കാൻ ഒന്നുമില്ലേ? അയ്യോ, കരയണ്ട കരയണ്ട, വാ പുറത്തു പോയി വല്ലതും കഴിക്കാം.
അയ്യോ അയ്യോ എടാ, ഇറങ്ങാ. അവിടെ നിൽക്കാൻ. പോപ്പട്ട് എങ്ങോട്ട് പോയി? ഡാ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ? സോറി അങ്കിളെ സോറി. കറുത്ത കണ്ണട വെച്ചോണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. നിന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾ നന്നായിട്ട് നീട്ടിയാ ഹോൺ അടിച്ചത്. മിണ്ടിപ്പോരുത്, എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ഓ ഇതെന്തൊരു ശല്യമാ. ഒന്ന് മിണ്ടായിരിക്കടാ, ഞാൻ നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. കറുത്ത കണ്ണട വെച്ചോണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. എനിക്ക് രസഗുള കഴിക്കണം. അങ്കിളും എന്റെ കൂടെ കഴിക്കൂന്നേ. ഇത്രയും രസഗുള എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റുന്നേ? എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഓ ദൈവത്തിന് നന്ദി, ഇതെന്തായാലും നന്നായി. ആരും ഉറങ്ങുന്ന സമയത്ത് കഴിക്കില്ലല്ലോ. വാ നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ അല്ല ഓർമ്മയില്ലേ, അവൻ അർദ്ധരാത്രി കഴിഞ്ഞ് പോവാന്നാ പറഞ്ഞിരിക്കുന്നേ. വാ നമുക്കൊന്നെ ഉണർത്തി ഇവിടുന്ന് പറഞ്ഞു വിടാം. ഡാ ലിറ്റിൽ ഡ്രാക്കുളെ എണീക്ക്. നീ ആരാ? അത് കൊള്ളാം, അത് കൊള്ളാം. ഞാൻ ലിറ്റിൽ ഡ്രാക്കുള തന്നെയാണ്. നിലാവുള്ള സമയത്ത് ഞങ്ങൾ വലുതാവാറുണ്ട്. വലുതാവുമ്പോൾ ഞങ്ങൾക്ക് വിശക്കാറുമുണ്ട്. രാവിലെ ഉണ്ടതിനേക്കാൾ കൂടുതൽ വിശപ്പാണോ? അതിലും കൂടുതൽ. മാത്രമല്ല, നിങ്ങളിൽ എനിക്ക് എന്റെ ഭക്ഷണം കാണാൻ കഴിയുന്നുണ്ട്. നോക്കിയേ, ഇപ്പൊ അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നീ നിന്റെ വീട്ടിൽ പോ പ്ലീസ്. ആദ്യം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒന്ന് തിന്നട്ടെ, എന്നിട്ട് പോയാ പോരെ. നിൽക്കവിടെ. ഹായ്. അയ്യോ ഞാൻ ഫ്ലവർ വൈസാ, പൂവിന്റെ. നോക്ക്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാ, ഇവനും ഒരു തരത്തിലൊരു ഹണിയാ.
ഓ ഓ എന്റെ പടി ഇത് വലിയ പുലിവാലായല്ലോ. ആ ക്യൂട്ട് ഡ്രാക്കുള ഇപ്പൊ ഡേഞ്ചർ ഡ്രാക്കുള ആയിട്ട് മാറിയിരിക്കുക. ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്തോ പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടതായിട്ടാ എനിക്ക് തോന്നുന്നത്. അതെ ഞാനും ഞാനും അത് ശരി. അപ്പോ നീ അതെ ചെറുതായോ? അങ്കിളെ, ആക്ച്വലി ഞങ്ങൾ ഡ്രാക്കുളകളുണ്ടല്ലോ പൗർണമി ദിവസം മാത്രമാണ് വലുതാവുന്നത്. രാത്രി ഞാൻ അങ്ങനെ കുരുത്തക്കേടൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല. ഇപ്പൊ അടുത്ത ദിവസം ആയില്ലേ, ഇനിയിപ്പൊ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാ. ഞാൻ ഉദ്ദേശിച്ചത് പോകേണ്ടതാണ്. അങ്കിളെ, സത്യത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും കാണാൻ വന്നതാ. ഇനിയിപ്പോ കൊടുങ്കാറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാം. സോറി അങ്കിളെ, എന്റെ കണ്ണട ഞാൻ മറന്നു വെച്ചു. എന്നെ മറക്കണ്ട അങ്കിളെ, ഞാൻ വീണ്ടും തിരിച്ചു വരും. അതെപ്പോ വേണമെങ്കിലും ആവാം, കാരണം വിശപ്പല്ലേ. അതെപ്പോ വേണമെങ്കിലും ആവാലോ. അയ്യോ ഏയ്!